നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷം ഓരോ ദിവസവും പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട പുതിയ അവകാശവാദമാണ്. വെറും $20,000 മാത്രം വില വരുന്ന ഷഹേദ് 136 ഡ്രോണുകൾ ഉപയോഗിച്ച് ഏകദേശം $700 മില്യൺ വിലമതിക്കുന്ന അമേരിക്കയുടെ അത്യാധുനിക ബോയിങ് E-3 സെൻട്രി നിരീക്ഷണ വിമാനത്തിന് കേടുപാടുകൾ വരുത്തി എന്നതാണ് IRGCയുടെ അവകാശം. IRGCയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ അമേരിക്ക വിന്യസിച്ചിരുന്ന E-3 സെൻട്രി എയർബോൺ എയർ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനമാണ് ആക്രമണത്തിന് ഇരയായത്. ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷഹേദ് 136 ഡ്രോൺ ഈ വിമാനത്തെ പിന്തുടർന്ന് നിർണായകമായ പ്രഹരം ഏൽപ്പിച്ചതെന്നാണ് അവകാശം. എന്തായാലും സൈനിക ലോകത്ത് E-3 സെൻട്രി ഒരു സാധാരണ വിമാനമല്ല. ആകാശത്തു പറക്കുന്ന കമാൻഡർ സെന്റർ എന്നാണ് ഈ വിമാനത്തെ വിശേഷിപ്പിക്കുന്നത്. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ കണ്ടെത്താൻ കഴിയുന്ന ശക്തമായ റഡാർ സംവിധാനമാണ് ഇതിലുള്ളത്. വ്യോമ യുദ്ധങ്ങളെ ഏകോപിപ്പിക്കുവാനും സൗഹൃദം സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും ഈ വിമാനം നിർണായക പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു യുദ്ധത്തിലും ഇത്തരം ഒരു വിമാനത്തിന് സംഭവിക്കുന്ന നാശനഷ്ടം വലിയ സൈനിക തിരിച്ചടിയായാണ് വിലയിരുത്തുന്നത്. IRGCയുടെ അവകാശവാദമനുസരിച്ച് ജൂലൈ 31-ന് പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിനു നേരെ മിസൈലുകളും ഡ്രോണുകളും സംയോജിപ്പിച്ച ആക്രമണമാണ് നടത്തിയത്. ഈ ആക്രമണത്തിന് ഇടെയാണ് അമേരിക്കൻ E-3 സെൻട്രി വിമാനത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചത്. സംഭവത്തിൽ കുറഞ്ഞത് 10 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെ അമേരിക്ക ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതായി പറയുന്ന ചിത്രങ്ങളിൽ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ റഡാർ ഡോം കേടുപാടുകൾ സംഭവിച്ചതായാണ് കാണിക്കുന്നത്. അതായത് വളരെ അത്യാധുനികമായ റഡാർ സംവിധാനമാണ് ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിരുന്നത്. ഈ ഭാഗത്തിനാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും ദൂരത്തു നിന്നും കണ്ടെത്തി മറ്റ് യുദ്ധവിമാനങ്ങൾക്ക് വിവരം കൈമാറുന്ന സംവിധാനമാണ് ഇതിലുള്ളത്. അതിനാൽ ഈ ഭാഗത്തിനുണ്ടാകുന്ന കേടുപാടുകൾ വിമാനത്തിന്റെ പ്രധാന ദൗത്യശേഷിയെ തന്നെ ബാധിക്കും എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഷഹേദ് 136 ഡ്രോണുകൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആഗോള ശ്രദ്ധ നേടിയ ഒരു ആയുധം കൂടിയാണ് എന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ദീർഘദൂര ആക്രമണത്തിനായി രൂപകൽപ്പന ചെയ്ത ഈ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്ത് നേരിട്ട് ഇടിച്ചു പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള ലോയൽറ്റിലിംഗ് മ്യൂണിഷനുകളാണ്. അതായത് കുറഞ്ഞ നിർമ്മാണ ചെലവും ദീർഘദൂര സഞ്ചാരശേഷിയും കാരണം നിരവധി സംഘർഷങ്ങളിൽ ഈ ഡ്രോണുകൾ ഉപയോഗിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനിയൻ വ്യോമ പ്രതിരോധം 140-ലധികം അമേരിക്കൻ ഇസ്രായേലി ഡ്രോണുകളും നിരവധി യുദ്ധവിമാനങ്ങളും തടഞ്ഞു നശിപ്പിച്ചുവെന്നും IRGC അവകാശപ്പെടുന്നു. എന്നാൽ ഈ കണക്കുകൾ അനുസരിച്ച് സ്വതന്ത്രമായ സ്ഥിരീകരണമില്ല. അമേരിക്കയും ഇസ്രായേലും ഇത്തരം പല അവകാശവാദങ്ങളും മുമ്പും നിഷേധിച്ചിട്ടുള്ളതാണ്.